എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മലബാർ സ്പെഷ്യൽ ഈവനിങ് സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനു വേണ്ടി 1 കപ്പ് വറക്കാത്ത റവ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. കുറച്ച് പഞ്ചസാര ഏലക്കായും ചേർത്ത് ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് കൂടുതൽ പഞ്ചസാര പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ ഏകദേശം 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ഏലക്കായും മതിയാകും. മുട്ട ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ പഞ്ചസാരയൊക്കെ മുട്ടയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ അടിച്ചെടുക്കണം. മുട്ട ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന റവ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. സാധാരണഗതിയിൽ 2 മുട്ടയ്ക്ക് 1 കപ്പ് റവയാണ് കണക്ക്. മുട്ടയുടെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് റവയുടെ അളവ് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറേശ്ശെ മാറിപ്പോകും. ഞാനിവിടെ 2 മുട്ടയ്ക്ക് 1 കപ്പ് റവ മുഴുവൻ ചേർക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ പലഹാരവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ റവ മുഴുവൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മലബാർ സൈഡിലൊക്കെ ഇതിന് നുള്ളിയപ്പം എന്നാണ് പറയുന്നത്. കുറച്ചൊരു മധുരത്തിൻ്റെ കുറവുണ്ട്. കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടായ എണ്ണയിൽ ഇതിൻ്റെ മിക്സ് കൈകൊണ്ട് കുറേശ്ശെ നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് നുള്ളിയപ്പം എന്ന് പറയുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ പലഹാരവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ കുറച്ച് എണ്ണ മാത്രമേ ആവശ്യമുള്ളൂ. ചെറുതായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് വളരെ കുറച്ച് എണ്ണ മാത്രമേ ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ളൂ. ഞാനിവിടെ ഒരു സ്പൂണിൽ കുറേശ്ശെ കോരിയിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നന്നായിട്ട് ചൂടാകുമ്പോൾ കുറേശ്ശെ ആയിട്ടിട്ട് ചെറിയ തീയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.